ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിലെ തുർക്കി ബന്ധത്തിന് ഒരു പ്രത്യക്ഷ തെളിവ് കൂടി. ഇന്ത്യൻ കരസേനയ്ക്കായി പുതിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചെന്ന റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ അതിനിർണായകമാണ്. ഇന്ത്യൻ കരസേനയ്ക്കുള്ള 3 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളുമായി ഈ മാസം 1 പറന്നുയർന്ന ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിന് ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ് വിമാനത്താവളത്തിൽ ഇറക്കി. തുടർന്ന് വിമാനത്തിന് ഇന്ത്യയിലേക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചുവെന്നാണ് റിപ്പോർട്ട്. അതായത് ഇന്ത്യയെ ശത്രുവായി നേരത്തെ തന്നെ തുർക്കി പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ ചെങ്കോട്ടയിലെ ആക്രമണത്തിൽ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം 5 ഘട്ടങ്ങളായാണ് ഭീകരർ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ആദ്യഘട്ടത്തിൽ ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് എന്നീ തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ശൃംഖല രൂപപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിന് തുർക്കിയിലും ചർച്ചകൾ നടന്നു. രണ്ടാമതായി നൂതന സ്ഫോടക വസ്തുക്കൾ നിർമ്മാണത്തിനായി അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുകയെന്നതായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ IEDകൾ നിർമ്മിക്കുന്നതും ലക്ഷ്യസ്ഥാനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഉൾപ്പെടുത്തി. പല ഭീകരരും തുർക്കി സന്ദർശിച്ചിരുന്നു. നാലാമതായി മൊഡ്യൂളിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്കിടയിൽ നിർമ്മിച്ച IEDകൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു. അവസാന ഘട്ടത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒരേ സമയം സ്ഫോടനങ്ങൾ നടത്താനുമായിരുന്നു ആസൂത്രണം നടത്തിയത്. ഡൽഹി സ്ഫോടനത്തിൽ ഫരീദാബാദിൽ അറസ്റ്റിലായ ഡോക്ടർമാരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ്. ഇതിനിടയ്ക്കാണ് തുർക്കിയെ സംശയത്തിലാക്കുന്ന തെളിവുകൾ കിട്ടിയത്. പാകിസ്ഥാനിലെ ജെയ്ഷെ താവളങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറോടെ പാകിസ്ഥാന് ഭയം കൂടി. ഇതോടെ ജെയ്ഷെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ തുർക്കിയിലേക്ക് മാറ്റിയെന്നാണ് സൂചന. വൈറ്റ് കോളർ ഭീകരതയും തുർക്കിയുടെ തന്ത്രമാണെന്നാണ് സൂചന. ഇതോടൊപ്പം ഇവരുടെ സാമ്പത്തിക ശൃംഖലയെയും പ്രവർത്തന രീതികളെയും കുറിച്ചുള്ള വ്യക്തമായ സൂചന ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചതായും സൂചനയുണ്ട്. ഓഗസ്റ്റിൽ പദ്ധതി നടപ്പിലാക്കാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത്. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ നിമിത്തം മാറ്റിവെക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. ഇന്ത്യൻ കരസേനയ്ക്കായി പുതിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചതും ജെയ്ഷെ പോലുള്ള ഭീകര സംഘടനകളുമായുള്ള അടുപ്പത്തിന് തെളിവായി. ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ് വിമാനത്താവളത്തിൽ 8 ദിവസം അനുമതി കാത്തുകിടന്ന വിമാനം തുടർന്ന് 8-ന് US-ലേക്ക് മടങ്ങി. 6 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ നൽകാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ബോയിംഗ് ജൂലൈയിൽ ഇന്ത്യൻ കരസേനയ്ക്ക് 3 ഹെലികോപ്റ്ററുകൾ കൈമാറിയിരുന്നു. അന്ന് വ്യോമപാത ഉപയോഗിക്കാൻ തുർക്കി അനുമതി നൽകിയിരുന്നു. മുൻ നിശ്ചയപ്രകാരം ബോയിംഗ് കമ്പനി ഈ മാസം കരസേനയ്ക്ക് 3 ഹെലികോപ്റ്ററുകൾ കൈമാറേണ്ടതാണ്. പുതിയ സംഭവത്തോടെ ഇത് വൈകുമെന്നാണ് സൂചന. മറ്റൊരു വ്യോമപാതയിലൂടെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. ബോയിങ്ങിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ 22 എണ്ണം വ്യോമസേനയും 3 എണ്ണം കരസേനയും ഉപയോഗിക്കുന്നുണ്ട്.